നാം പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി കിട്ടാത്തതിൻ്റെ കാരണം നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? മത്തായിയുടെ സുവിശേഷം 20-32 യേശു നിന്ന് അവരെ വിളിച്ച്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. 2 കുരുടർ യേശുവിൻ്റെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരികയാണ്. യേശു അവരുടെ നിലവിളിക്ക് മുമ്പിൽ നിന്ന് അവരെ തൻ്റെ അടുക്കൽ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? യേശുവിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഇവർ കുരുടരാണ്, ഇവർ നിലവിളിക്കുന്നത് ഇവരുടെ കണ്ണിന് കാഴ്ച കിട്ടാനാണ്. എന്നാൽ അവരുടെ വായിൽ നിന്ന് തന്നെ കേൾക്കുവാൻ യേശു അവരോട് ചോദിക്കുകയാണ്. യേശു അവരോട് ചോദിച്ച ആ ഉത്തരത്തിന് ഉടൻ തന്നെ അവർ മറുപടി കൊടുത്തു, നാഥാ, ഞങ്ങൾക്ക് കാഴ്ച കിട്ടണം. അവർ യേശുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് വളരെ വ്യക്തമായൊരു ധാരണയുണ്ടായി. ആ വ്യക്തതയോടുകൂടി യേശുവിനോട് കാര്യം പറഞ്ഞപ്പോൾ യേശു അവർക്ക് കാഴ്ച കൊടുത്തു. നാം പലപ്പോഴും പ്രാർത്ഥിക്കുന്നതിൻ്റെ മറുപടി കിട്ടാത്തതിൻ്റെ കാരണം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വ്യക്തത ഇല്ല എന്നതുകൊണ്ടാണ്. നാം വ്യക്തമായി ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ, അവിടുന്ന് നിങ്ങൾക്ക് മറുപടി നൽകും. യബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, അങ്ങനെ നിശ്ചയമായി അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കുക മാത്രമല്ല, എൻ്റെ അതിരുകളെ വിസ്താരമാക്കണം. ആ പ്രാർത്ഥനയ്ക്ക് വ്യക്തതയുണ്ട്. ദൈവത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ യബ്ബേസ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. ദൈവത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, മറുപടി സ്വീകരിക്കാം.